പല രീതിയിലുള്ള സൂചനകൾ ലഭിക്കുകയാണ് സാർ നമുക്ക്. ഒരു യുദ്ധം ഏത് നിമിഷവും ഉണ്ടായേക്കാമെന്ന്. അതിനുള്ള ഏറ്റവും ഉദാഹരണമാണ് ഷിംല കരാർ റദ്ദാക്കി പാകിസ്ഥാൻ കൂടുതൽ പ്രകോപനം നടത്തുന്നു എന്നുള്ളത്. സത്യത്തിൽ ഈ ഷിംല കരാർ റദ്ദാക്കുക വഴി അവരുദ്ദേശിക്കുന്നത് ഒരു യുദ്ധം തന്നെയല്ലേ? ഒപ്പം എന്താണ് ഈ ഷിംല കരാർ? എൻ്റെ അഭിപ്രായത്തിൽ സ്ട്രാറ്റജിക്കലി പാകിസ്ഥാൻ കാണിച്ച ഏറ്റവും വലിയ അബദ്ധം സിംല കരാർ റദ്ദാക്കിയതാണ്. അങ്ങനെ പറയുമ്പോൾ എന്താണ് ഈ സിംല കരാർ എന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന് പാകിസ്ഥാൻ ദയനീയമായി പരാജയപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായിരുന്ന ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ്റെ പ്രസിഡന്റായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിൽ സിംലയിൽ നടത്തിയ കരാർ എഗ്രിമെൻ്റ്, അതാണ് ഈ സിംല കരാർ എന്ന് പറയുന്നത്. പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷനാണ്, ഷീൽഡാണ് സിംല കരാർ. ഇത് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതിന് ഞാൻ കാരണം പറയാം. എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യം? ഇനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും സംസാരിച്ച് തീർക്കും, സമാധാനപരമായി സംസാരിച്ച് തീർക്കും, ആയുധമെടുത്ത് ഉപയോഗിക്കില്ല. ഇതാണ് അതിൻ്റെ ആദ്യത്തെ ഒരു കാര്യം. ഈ 17 ഡിസംബർ 1971 ഒരു ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ട്. ആ ലൈൻ ഓഫ് കൺട്രോൾ, അന്ന് നിലവിലിരുന്ന ആ ലൈൻ ഓഫ് കൺട്രോള് നമ്മൾ പരസ്പരം ഇന്ത്യയും പാകിസ്ഥാനും ബഹുമാനിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കയറി അടിക്കത്തില്ല, ആവശ്യമില്ലാതെ വിരട്ടുകയോ വെടിവയ്പ് നടത്തുകയോ യൂസ് ഓഫ് ഫോഴ്സ് ഉണ്ടാകില്ല. ഇത് മൂന്നുമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഈ പ്രധാന കാരണം. ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തൊരു കരാറാണ്. നമ്മുടെ ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ഒരു കരാറാണ്. ഇതാണ് തമ്മിലുള്ള വലിയ വ്യത്യാസം. പാകിസ്ഥാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതങ്ങ് ക്യാൻസൽ ചെയ്തു. ഇപ്പം ചുരുക്കം പറഞ്ഞാൽ അവരുടെ ഷീൽഡ് ഓഫ് പ്രൊട്ടക്ഷൻ, നമ്മൾ ഈ സിംല കരാർ ലംഘിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന് വേണമെങ്കിൽ പല സ്ഥലത്തും അത് ഉന്നയിക്കാമായിരുന്നു, അന്താരാഷ്ട്ര വേദികളിൽ അത് ഉന്നയിക്കാൻ സാധിക്കുമായിരുന്നു. കണ്ടോ, സിംല കരാർ ഇനിയിപ്പോൾ അടുത്ത് അടിക്കേണ്ട ആരാണ്? നമ്മളല്ലേ അടുത്ത് അടിക്കേണ്ടത്. അതായത് അവർ പ്രശ്നം കാണിച്ചു കഴിഞ്ഞല്ലോ, നമ്മളാണ് കയറി അടിക്കേണ്ടത്. ആ അടിക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ നാട്ടുകാരോട് പറയാമായിരുന്നു, അല്ലെങ്കിൽ ലോകത്തോട് പറയാമായിരുന്നത് ഇന്ത്യ സിംല കരാർ ലംഘിച്ച് ഞങ്ങളെ ആക്രമിച്ചു എന്ന് പറയാമായിരുന്നു. ഇന്നിപ്പോൾ പാകിസ്ഥാൻ ആ കരാറ് എടുത്തു കളയുമ്പം നമ്മളെന്ത് വേണം കാണാൻ? പാകിസ്ഥാന് നമ്മളെ ആക്രമിക്കാൻ താല്പര്യമുള്ളത് കൊണ്ടാണ് അതിൽ നിന്ന് പിന്മാറിയതെന്ന് വേണം നമുക്ക് പറയാവുന്നത്. നമുക്ക് കംപ്ലീറ്റ് ഒരു ഗ്രീൻ സിഗ്നലാണ്, കയറി അടിച്ചോടാന്ന്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രസക്തി. ഇത് കാണിച്ചത് വലിയ ആത്മഹത്യ, ഇപ്പം ഇന്ത്യ അത് ചെയ്തതുകൊണ്ട്, നമ്മുടെ ഇൻഡസ് വാട്ടർ ട്രീറ്റി ചെയ്തതുകൊണ്ട് ഞങ്ങളും ഇത് ചെയ്തു എന്നൊക്കെ പറയാമെങ്കിലും വലിയ അബദ്ധമാണ് കാണിച്ചത് എന്നാണ് എൻ്റെ അഭിപ്രായം. ശരിയാണ്. ഈ രീതിയിൽ പ്രകോപനം ഉണ്ടാക്കിയ ഒരു യുദ്ധം തന്നെയാണ് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ അത് എത്രത്തോളം പാകിസ്ഥാനെ എഫക്ട് ചെയ്യും എന്നതാണ് ഇന്ത്യയിൽ ഇരിക്കുന്ന നമ്മൾ പോലും ചർച്ച ചെയ്യുന്നത് എന്നുള്ള കാര്യമോ അല്ലെങ്കിൽ നമുക്കുള്ള ബോധം പോലും സ്വന്തം രാജ്യത്തെ ഓർത്ത് അവർക്കില്ല എന്നുള്ളതാണ്. അതല്ലെങ്കിൽ മറ്റെന്തോ ഒന്ന് പാകിസ്ഥാൻ പ്ലാൻ ചെയ്യുന്നു. പക്ഷെ അങ്ങനെ പാകിസ്ഥാൻ മറ്റെന്തിനെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അഫ്ഗാനെയോ ഇറാനെയോ മറ്റേതെങ്കിലും രാജ്യത്തെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ തകർക്കാൻ അങ്ങനെയൊന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയാണ് വിനോദ് സാർ കഴിഞ്ഞ ദിവസം ബീഹാറിൽ പൊതുയോഗത്തിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ചില കാര്യങ്ങൾ. അത് വെറുതെ പാകിസ്ഥാനോട് മാത്രമുള്ള അദ്ദേഹത്തിന്റെ ഒരു വെല്ലുവിളിയോ കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല, ലോകത്തോടാണ് മോദി പറഞ്ഞത്. നമ്മൾ കണ്ടതാണ്, എല്ലാവരും, ഓരോ ഇന്ത്യക്കാരനും ലോകം മുഴുവൻ ഇന്നലെ ആ ഒരു സ്പീച്ച് കണ്ടതാണ്. അത്രയും നേരം നല്ല വെടിപ്പായിട്ട് ഹിന്ദിയിൽ സംസാരിച്ചു വന്ന മനുഷ്യൻ ലോകത്തോട് മുഴുവൻ പറയാനായി പിന്നീട് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ പിന്നീട് ഉപയോഗിച്ചത് ഇംഗ്ലീഷ് വാക്കുകളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ റെയറായിട്ട് മാത്രം ഇംഗ്ലീഷിൽ അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്, നമുക്കൊക്കെ അറിയാം. അദ്ദേഹം കഴിഞ്ഞ ദിവസം അത് വ്യക്തമാക്കുകയും ചെയ്തു. ഭാരതത്തിന്റെ ആത്മാവിനെ നോവിക്കാൻ ആരെയും അനുവദിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചു നിർത്തിയത്. ഇത് പാകിസ്ഥാനുള്ള ഒരു വലിയ താക്കീത് കൂടിയല്ലേ? അല്ല, പാകിസ്ഥാനല്ല, ആ താക്കീത് പാകിസ്ഥാൻ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു എന്നാണ് വിചാരം. ഇത് ലോകത്തോട് പറഞ്ഞു, ഐ ആം ടോക്കിംഗ് ടു ദ വേൾഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്. ഇന്ത്യക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കിയിട്ട് നിങ്ങളിതെല്ലാം അവസാനിച്ചുവെന്ന് കരുതണ്ട. അപ്പോഴത്തേക്ക് വാട്ടർ ട്രീറ്റിയൊക്കെ ക്യാൻസലേഷൻ കഴിഞ്ഞു, അബയൻസ് കഴിഞ്ഞു. ഇനി ഇതൊരു തുടക്കം മാത്രമാണ് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളെ സംരക്ഷിക്കുന്ന, തീവ്രവാദികളെ സംരക്ഷിക്കുന്ന മണ്ണ് ഇല്ലാതാകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്?
തീവ്രവാദികളെ സംരക്ഷിക്കുന്ന മണ്ണ് ഏതാണ്? ഒന്നുകിൽ പാകിസ്ഥാൻ ഓക്കുപൈഡ് കാശ്മീർ, ഇല്ലെങ്കിൽ പാകിസ്ഥാൻ. പക്ഷെ അത് പാകിസ്ഥാൻ ഓക്കുപൈഡ് കാശ്മീർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുവരെ മോഡി ഇതുപോലെ വളരെ സട്ടിലായിട്ട്, അതായത് അദ്ദേഹം വളരെ ആക്രോശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതെല്ലാം പറയണേ, ഈ പലപ്പോഴും നേരെ പറയാറില്ല. ഇത് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു സാധനവും നടപ്പിലാക്കാതിരുന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തെ കഴിഞ്ഞ 10 വർഷം പഠിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതുപോലെ പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അവയെല്ലാം കൃത്യമായിട്ട് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ അത് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ്? നിങ്ങളെ സംരക്ഷിക്കുന്ന, തീവ്രവാദികളെ സംരക്ഷിക്കുന്ന മണ്ണ് പോലും ഇല്ലാതാകും എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഓക്കുപൈഡ് കാശ്മീരിലേക്ക് കടക്കുമെന്ന് തന്നെയാണ്. നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഇന്നിപ്പോൾ ചർച്ച ചെയ്യുമ്പം ഓരോ ആങ്കർമാരും പറയണു അവരൊരു ആണവ രാഷ്ട്രമാണ്. എന്ത് ആണവ രാഷ്ട്രം? അവരുടെ കയ്യിലുള്ള ആണവ രാഷ്ട്രത്തിനേക്കാളും എത്രയോ ഇരട്ടിയാണ് ഇന്ത്യയിലുള്ളത്. 2, ഒരു ആണവ രാഷ്ട്രം, അവരൊരു ആണവായുധം, ഞാൻ ഒരു വേഴ്സ് കം വേഴ്സ് സിറ്റുവേഷനാണ് പറയുന്നത്. അതായത് ഉപയോഗിച്ച് നോക്കുക, ഒരെണ്ണം ഇന്ത്യയിലിട്ട ഇന്ത്യക്ക് സത്യം പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. ആളുകൾ മരിക്കും എന്നുള്ളതൊക്കെ വേറൊരു കാര്യമാണ്. ഇന്ത്യക്ക് ഒന്നും സംഭവിക്കില്ല. നേരെ മറിച്ച് പാകിസ്ഥാൻ എന്നൊരു രാജ്യം തന്നെ അടുത്ത 50 വർഷത്തേക്ക് അവിടെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. അതായത് തിരിച്ച് നമ്മളും ചെയ്യും അതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊന്നും, അങ്ങനത്തെ മണ്ടത്തനമൊന്നും പാകിസ്ഥാൻ കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അത് 1. 2, ഇന്ന് ഇദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ ടോൺ ഒരു സംശയവുമില്ല നിങ്ങൾക്ക് തിരിച്ചടി തരും എന്നാണ്. അതേ ടോൺ തന്നെയാണ് രാജ്നാഥ് സിംഗ് സംസാരിക്കുന്നത്, അതേ ടോൺ തന്നെയാണ് അമിത്ഷാ പറയുന്നത്. അപ്പോൾ ഇത് ഇവിടം കൊണ്ടൊന്നും നിൽക്കാൻ പോകുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ യുദ്ധങ്ങളുടെ ചരിത്രം പരീക്ഷിക്കുകയാണെങ്കിലും യുദ്ധങ്ങൾ തുടങ്ങാൻ ഇതിനേക്കാളും വളരെ 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 കുറച്ച് കാര്യങ്ങൾ മതി. അത് ഒന്നിൻ്റെ പുറത്ത് അടുത്തതായി ഇപ്പം നമ്മുടെ രാജ്യത്ത് വന്ന് ഇത്രയും ഒരു പരിപാടി കാണിച്ചു വന്നിട്ട് മതത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തി പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞു. ആ പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞത് ഇന്നിപ്പം ടി വിയിലൊക്കെ വളരെ തമാശയായിട്ട് ചില തോന്നിയവരുണ്ട്. അങ്ങനെ കൊല്ലുന്നതിന് മുമ്പ് ആ പ്രാർത്ഥന പറയാൻ പാടില്ലെന്നൊക്കെ ഒരു മത നേതാവ് പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹത്തിന് കാര്യം മനസ്സിലാകാത്തതുകൊണ്ടാണ്. എന്നിട്ട് അത് വിനു വി ജോൺ പറയുകയും ചെയ്തു അതല്ല ഉദ്ദേശിച്ചത്. അതായത് ഏഷ്യാനെറ്റിലാണ് അത് കേട്ടത്. ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ആ മതത്തിലുള്ളവരല്ലെന്നുള്ളവരെ കൃത്യമായി തിരിച്ചറിയാൻ വേണ്ടിയാണ് ചെയ്തത്. ആ ഭീകരനെയും പറ്റിച്ച ഒരു പ്രൊഫസർ ഉണ്ടായി എന്നുള്ളത്, ആസാമി എന്നുള്ളൊരു പ്രൊഫസർ ഉണ്ടായി എന്നുള്ളതും സത്യമാണ്. എന്നുവെച്ചാൽ അവർ പറഞ്ഞു കേട്ട് അയാൾക്ക് അത് പറയാനുള്ളൊരു ബോധം വന്നതുകൊണ്ട് അയാൾ അത് രക്ഷപ്പെട്ടു. അപ്പം ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ സംഭവിച്ചിട്ട് നമ്മൾ ക്ഷമിച്ചാൽ മതിയോ? നമ്മൾ പണ്ട് ഇതുപോലെ ക്ഷമിച്ച ഒരു സാധനമാണ് ബോംബെ ഭീകരാക്രമണം. അന്ന് അടിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തവർ ഭരിച്ചത് കൊണ്ട് മാത്രമാണ് അത് രക്ഷപ്പെട്ടു പോയത്. ഉറിയിൽ നമ്മൾ തിരിച്ചടിച്ചിട്ടുണ്ട്. പിന്നെ പഹൽഗാമിൽ പുൽവാമ അറ്റാക്കിന് ബലാക്കോട്ടിൽ തിരിച്ചടിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ഓൾറെഡി ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ജലയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. ഇതാണ് നമ്മൾ പലരും മനസ്സിലാക്കിയിട്ടില്ലാത്തൊരു കാര്യം. അതിനുള്ള കൃത്യമായ പ്രിപ്പറേഷനും തടയാളുകളും മോഡി 10 വർഷമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ആരംഭിച്ചു കഴിഞ്ഞു. ഇത് ഇവിടം കൊണ്ട് നിൽക്കൂല. ഉറപ്പായിട്ടും ഒരു യുദ്ധം നടക്കാനുള്ള എല്ലാ യുദ്ധസമാനമായ സാഹചര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ധാരാളം ട്രൂപ്പ് മൂവ്മെൻറ്റ്സ് ആരംഭിച്ചിട്ടുണ്ട്. പലരും ഞങ്ങളെ ഇനി വിളിക്കേണ്ട, മെസ്സേജ് ചെയ്യേണ്ട എന്നുള്ള മെസ്സേജ് അവരുടെ ഫാമിലിക്ക് മിലിറ്ററി ഓഫീസേഴ്സ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അർത്ഥം ഒരു ട്രൂപ്പ് മൂവ്മെൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇനി ഈ ഒരു യുദ്ധം നടന്നാൽ നമുക്കൊരിക്കലും അത് ഏത് ലെവലിൽ തുടങ്ങുമെന്നോ എപ്പോൾ സംഭവിക്കുമെന്നോ എവിടെ ചെന്ന് നിൽക്കുമെന്നൊന്നും നമുക്ക് സത്യം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ പച്ചയായ സത്യം. ബോധമില്ലാത്തവരപ്പുറത്തുണ്ടെങ്കിൽ ഇന്ന് അത് ചെയ്തു കളയാം, ഇത് ചെയ്തു കളയാം നമുക്ക് അവർ വിചാരിച്ചാൽ കാര്യങ്ങൾ വേറൊരു തലത്തിലോട്ട് പോകും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത് ഇന്ത്യയുടെ മറുപടി വളരെ ശക്തമാണ്. നമുക്കറിയാം ഇന്നലെ രാത്രി 12:30 മണിക്ക് വേറൊരു കാര്യം കൂടെ സംഭവിച്ചു. അവിടുത്തെ ഈ 5 ഭീകരരാണ് ഇതിനകത്തുണ്ടായിരുന്നത്. അതിൽ 2-3 പേര് ലോക്കലാണെന്നാണ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. 3 പേര് അവിടെ നിന്നും പുറത്തു നിന്നും, ഒരാൾ പഴയ പാകിസ്ഥാൻ, അതും 2 പേര് അവിടുത്തെ ലോക്കൽസും. ഇവരുടെ 2 പേരുടെയും വീടുകൾ ഇന്നലെ രാത്രി എക്സ്പ്ലോസീവ്സ് വെച്ച്, സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മുടെ സുരക്ഷാ സംവിധാനം തകർത്ത് കളഞ്ഞു. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനൊരു സംഭവം? പണ്ട് ബുൾഡോസർ ഉപയോഗിക്കരുതെന്നൊക്കെ പറഞ്ഞു. ഇല്ല, ബുൾഡോസർ അല്ല ഉപയോഗിച്ചത്, കുറച്ചും കൂടെ ബെറ്റർ സംവിധാനം ഉപയോഗിച്ചു.
അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വേണം. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ സംവിധാനമൊക്കെ മാറ്റം വരും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു യുദ്ധസമാനമായ സാഹചര്യമാണ്. ഈ ഒരു മെസ്സേജിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങളിതിങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ലെന്നുള്ളതിനെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ആ സ്ഫോടക വസ്തു ഉപയോഗിച്ച് അവരുടെ പിന്നെ അയാളുടെ അമ്മയും ഇവരെയൊക്കെ പുറത്തിറക്കി മാറ്റി നിർത്തിയിട്ട് അത് വീട് പിന്നെ പൊട്ടിച്ചു കളഞ്ഞത്. അതൊരു കേട്ടുകഴിവി പോലും ഇല്ലാത്ത സംഭവമാണ് ഇങ്ങനൊരു സംഭവം. അതായത് നമ്മൾ ഇനി രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നു എന്ന് പാകിസ്ഥാൻ്റെ അടുത്ത മെസ്സേജാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വന്നിട്ട് ഇങ്ങനെ 26 പേരെ കൊന്നിട്ട് നമ്മൾ ഒന്ന് മിണ്ടാതിരുന്നുള്ള സിറ്റുവേഷൻ ആലോചിച്ച് നോക്കെ. മറ്റൊരു ബോംബെ ആക്രമണം ആരംഭിക്കും, മറ്റൊരു ടൂറിസ്റ്റ് സ്പോട്ടിൽ വന്ന് ഇത് ചെയ്യാം. ഇന്ത്യയിലെ ആളുകൾക്ക് ഇന്ന് ഈ മരിച്ച പലരുടെയും ഭാര്യമാർ സംസാരിക്കുന്നത്, അത് മറ്റൊരു കാര്യം കൂടെ ആലോചിച്ച് നോക്കണം. എന്താണ് അവർ നൽകിയ മെസ്സേജ്? അവരുടെ ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയാണ് ഭർത്താവിനെ അല്ലെങ്കിൽ അച്ഛനെ. ഇത് ഒരു വളരെ ഭയപ്പെടുത്തുക എന്നുള്ള ഒരു കൃത്യമായ മെസ്സേജ്. 25 മിനിറ്റ് അഴിഞ്ഞാടിയ ഒരു സംഭവത്തിൽ അവർക്ക് തിരിച്ച് മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ബോംബെ ആക്രമണം പോലും ഇങ്ങനല്ല, മിനിറ്റുകൾ കൊണ്ട് തീർന്നു. ഓരോന്നും ബുള്ളറ്റ് വെച്ച് സ്പ്രേ ചെയ്യുന്നു, അവർ അത് കഴിഞ്ഞിട്ട് ഒതുകിൽ അവർ വെടിയേറ്റ് മരിക്കുന്നു, അല്ലെങ്കിൽ ഇതങ്ങനെയല്ല. 25 മിനിറ്റ് കഴിഞ്ഞിട്ട് അവർ കടന്നു കളഞ്ഞു. പാകിസ്ഥാനിൽ നിന്ന് പറഞ്ഞിട്ട് ആ ചാറ്ററുകൾ പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ന് അവരുടെ ഒരു ഡിഫൻസ് സെക്രട്ടറി അവർ പറഞ്ഞത് അമേരിക്ക ഞങ്ങളെ കൊണ്ടുപോലത്തെ പല വൃത്തികെട്ട പണിയും ചെയ്യിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഇത് അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ശക്തമായ നടപടികൾ ഉണ്ടാകുക തന്നെ ചെയ്യും. ഇതെവിടെ ചെന്ന് നിൽക്കുമോ? ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. എപ്പോഴും എല്ലാത്തിൻ്റെയും ഒരു തെർമോമീറ്റർ എന്ന് ഞാൻ കരുതുന്ന, ഒരു ഇൻവെസ്റ്റർ എന്ന നിലയ്ക്ക് ഞാൻ കരുതുന്ന ഒരു സംഭവം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റാണ്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അത്രയും അസസ്മെൻറ്റും ഇൻ്റലിജൻസും വേറെ ഒന്നിനും സംവിധാനത്തും ഇല്ലെന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്നു. ഞാൻ മാർക്കറ്റ് എന്ന് ഞാൻ മൊത്തത്തിലുള്ള ഒരു കൺസെപ്റ്റാണ് പറയുന്നത്, അല്ല ഒരാളുടെ എന്നല്ല. ഇന്നലെ അമേരിക്കയിലെ മാർക്കറ്റൊക്കെ വളരെയധികം കയറി. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് കയറേണ്ടതായിരുന്നു, പക്ഷേ വളരെയധികം ഇന്ന് താന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ മാർക്കറ്റ് പോലും ഒരു യുദ്ധമോ ഒരു അനിശ്ചിതാവസ്ഥയോ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ അത് ഒരു ദിവസം കൊണ്ട് തിരിച്ച് മാറുമായിരിക്കാം. എന്തായാലും ഇതെങ്ങനെ വെറുതെ സംഭവിക്കില്ല, വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് അസന്നിഗ്ധമായിട്ട് മോദി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് മോദി പറഞ്ഞത് നടത്താതിരുന്നൊരു കാര്യം ഓർമ്മയിലുണ്ടോ? നീതുവിൻ്റെ ഓർമ്മയിൽ? അതായത് ഒരു കാര്യം പറഞ്ഞിട്ട് ചെയ്യാതിരുന്നൊരു സംഭവം ഇതുവരെ ഇല്ല. മാത്രമല്ല ഇന്ന് ഇന്ത്യക്കാർ ഒന്നടങ്കം ജാതി മത ഭേദമന്യേ പാർട്ടി ഭേദമന്യേ വേണ്ടി പറയുന്നത് എന്താണ്? നമുക്ക് ഇതിന് പ്രതികാരം ചെയ്യണമെന്ന് മാത്രമാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അവിടെ ഉറപ്പുള്ളത് കൊണ്ടാണ് മോദി പറഞ്ഞാൽ ചെയ്യും എന്നൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് വിനോദ് സാർ കാശ്മീരി ജനത ഇപ്പോൾ കൂടെ നിൽക്കുന്നത്. അവര് തെരുവിലാണ്, ഭീകരതയ്ക്കെതിരെ അവർക്ക് മതിയായി. ഇപ്പോൾ. അല്ല നീത്തു, ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ഹമാസ് അവസാന സമയത്ത് അവിടുത്തെ ലോക്കൽ ജനത ഹമാസിനെതിരെ ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് ഭക്ഷണം വേണം, ഞങ്ങൾക്ക് വിശക്കണം. ഇത്രയും നാളും സുഖമായി നല്ല വരുമാനത്തോടുകൂടി ജീവിച്ചിരുന്ന കാശ്മീർ ജനത ഇന്ന് പെട്ടു. അവർ ഒരാഴ്ച അവിടെ മുഴുവൻ കട അടച്ചിരിക്കുക. പഹൽഗാമിൽ ഒരാഴ്ച ഇനി കടകൾ തുറക്കുന്നില്ലെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരുടെ വരുമാന മാർഗ്ഗം ഇല്ലാതാക്കി. ആരാണ്? തീവ്രവാദികളും പാകിസ്ഥാനും കൂടി ചേർന്ന്. അതുകൊണ്ടാണ് ആദ്യമായിട്ട് പാകിസ്ഥാനെതിരെ അവിടുത്തെ ലോക്കൽസ് നിരത്തിലിറങ്ങിയത്, പാകിസ്ഥാൻ്റെ പതാക ഇന്നലെ കത്തിച്ചത്. അപ്പോൾ ഇന്ത്യക്ക് വളരെ വളരെ അനുകൂലമായ ലക്ഷണമാണ്. എനിക്ക് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളോട് പറയാനുള്ളത്, ഇത് സർക്കാരിൻ്റെ കൂടെ നിൽക്കണം ഈ സമയത്തെങ്കിലും. ഈ സമയത്ത് നിങ്ങൾ രാഷ്ട്രീയം കളിക്കരുത്, ഈ സമയത്ത് മതം കളിക്കരുത്, ഈ സമയത്ത് വർഗീയത കളിക്കരുത്. ഇത് രാജ്യത്തിൻ്റെ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. യുദ്ധമാണെങ്കിൽ യുദ്ധം, അതല്ലാതെ നമുക്ക് വേറെ മാർഗമൊന്നുമില്ല. ഭയന്നിട്ടും കാര്യമില്ല. നിങ്ങൾ ഭയന്നാലും ഭയന്നില്ലെങ്കിലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും. അതാണ് അതിൻ്റെ സത്യം. അതാണ്, ഭയന്നാലും ഭയന്നില്ലെങ്കിലും സംഭവിക്കാനുള്ളത് സംഭവിക്കും. പക്ഷേ കശ്മീരിൽ പഹൽഗാമിൽ ഉണ്ടായ ഒരു സംഭവത്തെ ഇന്ത്യ അതിശക്തമായി നേരിടുമെന്ന കാര്യം വ്യക്തമാണ്. വിനോദ് സാർ സൂചിപ്പിച്ച പോലെ ഈ നമ്മുടെ ഓഹരിയൊക്കെ അങ്ങനെയൊന്ന് താഴ്ന്നു പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ അതിനുള്ള വ്യക്തമായ സൂചന തന്നെയാണ്. എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു യുദ്ധം ആസന്നമായിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. വ്യക്തമാണ്. താങ്ക് യു വിനോദ് സാർ.